My precious children of God, I greet each one of you in the mighty name of our Lord and Savior Jesus Christ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വല്ലഭത്വമുള്ള നാമത്തിൽ നിങ്ങൾക്കെന്റെ സ്നേഹവന്ദനങ്ങൾ. Today the promise verse is given to us from Proverbs chapter 9 verses 10 and 11. ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വാഗ്ദത്ത വചനങ്ങൾ സദൃശ്യവാക്യം 9-ന്റെ 10-11 വാക്യങ്ങളാണ്. The fear of the Lord is the beginning of wisdom, and the knowledge of the Holy One is understanding. For by me your days will be multiplied, and years of life will be added to you. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു. ഞാൻ മുഖാന്തരം നിന്റെ നാളുകൾ പെരുകും, നിനക്ക് ദീർഘായുസ് ഉണ്ടാകും. Yes, my friends, see how great is our Lord Jesus Christ. How much you fear the Lord, then your days will be added. That's what he promises. അതെ, നോക്കൂ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എത്ര വലിയവനാണ്. നിങ്ങൾ എത്രമാത്രം യേശുവിനെ ഭയപ്പെടുന്നുവോ അത്രമാത്രം നിങ്ങളുടെ നാളുകൾ പെരുകും. Fear of the Lord, we must teach our children also when they are very young. നമ്മുടെ കുട്ടികൾ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ യഹോവ ഭക്തി എന്താണെന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. One day this verse was spoken to me through my pastor. ഒരു ദിവസം ഞങ്ങളുടെ പാസ്റ്റർ മുഖാന്തരമാണ് ദൈവം ഈ വചനം എന്നോട് സംസാരിച്ചത്. That we see in Proverbs 31 verse 30. ആ വാക്യം സദൃശ്യവാക്യം 31-ന്റെ 30-ലാണ് നമ്മൾ കാണുന്നത്. Charm is deceitful and beauty is passing, but a woman who fears the Lord, she shall be praised. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. My friends, this verse was given to me. സ്നേഹിതന്മാരെ, ഈ വചനമാണ് എനിക്ക് നൽകപ്പെട്ടത്. I was a young girl. ഞാൻ ഒരു യുവതിയായിരുന്നു. Have the fear of Lord. ദൈവഭക്തി ഉള്ളവരായിരിപ്പിൻ. Abraham, the man of God, had so much fear. ദൈവ മനുഷ്യനായ അബ്രഹാം ദൈവഭക്തിയുള്ളവനായിരുന്നു. Whatever the Lord said, he obeyed. ദൈവം പറഞ്ഞതെല്ലാം അവൻ അനുസരിച്ചു. So he died in his old age. അതുകൊണ്ട് അവൻ തന്റെ വാർദ്ധക്യ കാലത്തിലാണ് മരണമടഞ്ഞത്. And you have to have the fear of God and walk in his way. അതെ, നിങ്ങൾ യഹോവ ഭക്തിയോടെ ദൈവത്തിന്റെ വഴികളിൽ നടക്കണം. The number of days living in this world will be added according to the promise of God. അപ്പോൾ ദൈവത്തിന്റെ വാഗ്ദത്തം അനുസരിച്ച് ഈ ലോകത്തിൽ നിങ്ങളുടെ ജീവിത നാളുകൾ പെരുകും. Whatever the Holy Spirit teaches us, we have to obey, and we lead a life with fear of God. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അനുസരിക്കണം, യഹോവ ഭക്തിയോടെ ജീവിക്കണം. Let us check up our lives. നമുക്ക് നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് Whatever നോക്കാം. we do, you may be a small girl, small boy, or a big woman, whatever age we may be having, but we have to have the fear of God. നമ്മൾ ചെറിയവരായിരിക്കാം, വലിയവരായിരിക്കാം, ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മൾ യഹോവ ഭക്തിയോടെ ജീവിക്കണം. When we speak, when we do something, we have to have the fear of God. നമ്മൾ സംസാരിക്കുമ്പോൾ, എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മിൽ യഹോവ ഭക്തി ഉണ്ടായിരിക്കണം. Then how God will bless you? അങ്ങനെയെങ്കിൽ എങ്ങനെ ദൈവം നിങ്ങളെ He അനുഗ്രഹിക്കുമെന്ന് will be അറിയാമോ? adding your days. ദൈവം നിങ്ങളുടെ ജീവിത You will നാളുകളെ be living പെരുക്കും. for a long time നിങ്ങൾ ദീർഘകാലം ജീവിക്കും. for the glory of God. ദൈവനാമ മഹത്വത്തിന്. Let God bless each one of you like that. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അതുപോലെ അനുഗ്രഹിക്കട്ടെ. Shall we pray? നമുക്ക് പ്രാർത്ഥിക്കാം. Our precious Heavenly Father, ഞങ്ങളുടെ വിലയേറിയ സ്വർഗീയ teach പിതാവേ, your children your ways, O Father. കർത്താവേ, അങ്ങയുടെ വഴികളെ അങ്ങയുടെ മക്കൾക്ക് പഠിപ്പിച്ചു Those കൊടുക്കണം. who are going in the wrong ways, bring them back to you. തെറ്റായ വഴികളിലൂടെ പോകുന്നവരെ അങ്ങയുടെ വഴികളിലേക്ക് അങ്ങ് തിരികെ Forgive കൊണ്ടുവരണമേ. and forget all the wrong things they are doing. കർത്താവേ, അവർ ചെയ്ത സകല തെറ്റുകളെയും അങ്ങ് ക്ഷമിക്കണമേ, മറക്കണമേ. Give them grace to have the fear of God ദൈവഭക്തിയോടെ ജീവിക്കുവാൻ അവർക്ക് കൃപ and to നൽകണമേ. walk in His ways ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ, and to walk in your ways. അങ്ങയുടെ വഴികളിൽ നടക്കുവാനും Bless them, Lord. അവരെ Bring അനുഗ്രഹിക്കണമേ. them right now out of all the ഇപ്പോൾ wrong തെറ്റായ things. സകല പ്രവൃത്തികളിൽ നിന്നും അവരെ അങ്ങ് പുറത്തു കൊണ്ടുവരണമേ. Thank you, Lord. കർത്താവേ നന്ദി, Thank you, Lord. കർത്താവേ നന്ദി. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. My friends, are you looking for a beautiful partner in your life? സ്നേഹിത, നിങ്ങൾ സൗന്ദര്യമുള്ള ഒരു ജീവിത പങ്കാളിയെ തേടിക്കൊണ്ടിരിക്കുകയാണോ? God is ready to give you a partner beautiful both inside and outside. ആന്തരികവും ബാഹ്യവുമായ സൗന്ദര്യമുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് നൽകുവാൻ ദൈവം തയ്യാറായിരിക്കുന്നു. You can find them in our True Friend Matrimony website. ഞങ്ങളുടെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ആ പങ്കാളിയെ കണ്ടെത്താം. The perfect match from the background of your choice and a godly person is found there. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് പൊരുത്തമുള്ള ദൈവഭക്തിയുള്ള ഒരു പങ്കാളിയെ നിങ്ങൾക്ക് കണ്ടെത്താം.
Contact True Friend Matrimony website today. ഇന്ന് തന്നെ ട്രൂ ഫ്രണ്ട് മാട്രിമണി വെബ്സൈറ്റുമായി ബന്ധപ്പെടുവിൻ.